അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ മലേഷ്യയിൽ സെൻട്രൽ മാർക്കറ്റിലാണുള്ളത്. അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോലെ ഇതുപോലുള്ള ഒത്തിരി ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഇതുപോലെ ചൈനീസ് ഫെങ്ഷു ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. മെയിനായിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. പിന്നെ മലേഷ്യയുടെ തന്നെ എല്ലാ തനതായ ഐറ്റംസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടൂറിസ്റ്റിന് ഒരു സോവനിയറായിട്ട് ഓർമ്മയ്ക്കായിട്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് കാണാം ഇതുപോലെ ആന്റിക് ഷോപ്പുകളുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ലെന്നൊക്കെയാണ് എഴുതിയിരുന്നത്. നമ്മൾ നൈസായിട്ട് കുറേയൊക്കെ എടുത്തു. അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇതിലിപ്പോ നമ്മൾ വിലയൊക്കെ നോക്കുമ്പോൾ 3000, 2000 മറ്റേ മലേഷ്യൻ മണിയിലാണ് കാണിക്കുന്നത്, റിങ്കറ്റിലാണ് കാണിക്കുന്നത്. 2000 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട്. ആന്റിക് ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം അത്യാവശ്യം നല്ല വിലയുണ്ടാവും. എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ പഴയ ബിൽഡിങ്സ് പൊളിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുറെ അധികം ആന്റിക് സാധനങ്ങളുണ്ട് അവിടെ കളക്ഷൻ. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ വീടൊക്കെ പണിയുന്നവർക്കൊക്കെ ചെറുതൊക്കെ മേടിച്ചിങ്ങനെ സൂക്ഷിക്കണം. അതുപോലെ ഒരു ആന്റിക് സ്റ്റൈലിലൊക്കെ പണിയുന്ന വീടുകൾക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കളക്ഷൻസ് അത്യാവശ്യമുണ്ട് അവിടെ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോപ്പർ യൂട്ടൻസിൽസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. നമുക്ക് കാണാം ഗ്ലാസ്, ടംബ്ലർ, മറ്റേ എല്ലാ സാധനങ്ങളും, വാട്ടർ ബോട്ടിൽസ് എല്ലാം പ്യുവർ കോപ്പർ ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ഇവിടെ മലേഷ്യൻ ഡിസൈനർ ടൈപ്പ് ഡ്രസ്സുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. പോട്ടറി അങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ആ ഡ്രസ്സിന് ഒരു പ്രത്യേക പേരുണ്ട്. ഇവരുടെ ആ പ്രത്യേക ഡിസൈൻ, ഇതിന് പറയുന്ന പേര്, ഡ്രസ്സിന്റെ ഡിസൈൻ ബാത്തിക് എന്നാണ്. ബാത്തിക് ഡിസൈൻ അല്ലെങ്കിൽ ബാത്തിക് ആർട്ടിൽ വരുന്ന ഒരു സംഭവമാണ്. ആ ഒരു ക്രാഫ്റ്റ് ആണ്. അതൊരു എന്താ പറയുന്ന ഡോട്ട്സും ലൈൻസും ഒക്കെ വരുന്ന ഒരു പ്രത്യേകതരം ഡിസൈനുകളാണ് അതൊക്കെ. അതിന്റെ മെറ്റീരിയലും പ്രത്യേകതയുണ്ട്. കോട്ടൺ ആണ് എങ്കിലും കുറച്ചുകൂടെ എന്താ പറയുക ഇഴയെടുപ്പൊക്കെ ഉള്ള നല്ല സ്ട്രോങ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ഈട് നിൽക്കും എന്നുള്ള രീതിയിൽ പ്രശസ്തമായ ഒരു മെറ്റീരിയൽ ആണത്. ഇന്തോനേഷ്യയിലാണ് അത് ഒറിജിനും, പിന്നെ ഇവിടെയും മലേഷ്യയിലും ഒക്കെ ഉണ്ട്. അവിടെ കാണാം കർട്ടൻ, സിൽക്ക്, അങ്ങനെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ടാവും അവൈലബിൾ ആയിട്ട്. റേറ്റ് നമ്മൾ കാണാം, റിങ്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ക്രാഫ്റ്റുകളുടെ ഗാലറീസ് ആണ് കൂടുതൽ. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്നുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്താണല്ലോ. ഇപ്പോൾ ഈ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ഏരിയ ആണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് അവിടെ ചെന്നിട്ടുണ്ട് അത്യാവശ്യം മലേഷ്യ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിയിട്ട് വരണമെങ്കിൽ വാങ്ങാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എയിം ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. എങ്കിലും എല്ലാം നമുക്ക് ഒരു കുടക്കീഴിൽ അവൈലബിൾ ആണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യൻ ടൈപ്പ് മലേഷ്യയും അവിടുത്തെ രണ്ടിടത്തെ ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റ് കൂടുതലുണ്ട് ഇവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങാനും കാണാനും ഒക്കെ ആയിട്ട്. അവിടെ പോയപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം കുറെ ആളുകളുണ്ട്. കൂടുതലും പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ മാത്രമാണ് അവിടെ വരുന്നത്. ഹാൻഡ് ക്രാഫ്റ്റഡ് ചോക്ലേറ്റ്സ് സ്റ്റോർ ഉണ്ട്. ഈ പറഞ്ഞ ജ്വല്ലറി ഐറ്റംസ്, മീൻസ് ഇമിറ്റേഷൻ ജ്വല്ലറി ടൈപ്പ് അങ്ങനത്തെ സ്റ്റോറുകളും എല്ലാം അവൈലബിൾ ആണ്. ഫുഡ് കോർട്ട് ഉണ്ട്. റിഫ്രഷ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൂടുതലും. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം മലേഷ്യയുടെ ഒരു തനതായ വിഭവങ്ങളൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ അവൈലബിൾ. അല്ലാതെ വേറെ നമ്മുടെ സ്റ്റൈല് ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടാവില്ല. എല്ലാം അവരുടെ ഒരു സ്റ്റൈൽ ഐറ്റംസ് ആയിരിക്കും. കാരണം അതൊരു അവരുടെ കൾച്ചർ ഷോക്കേസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അവരുടേതായിട്ടുള്ള വിഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങൾ നോക്കി നമുക്ക് വാങ്ങിക്കഴിക്കാം. ഇപ്പം റൈസ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മളിവിടുന്ന് റൈസാണ് വാങ്ങിയത്. റൈസ്, എഗ് കറി, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനങ്ങൾ അവൈലബിൾ ആണ്. അത് നോക്കി നമുക്ക് വാങ്ങിക്കഴിക്കാം. പിന്നെ എന്തും കഴിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരാണ് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്.
തായ്ലൻഡ് അവരുടെ ഉണ്ട്. തായ്ലൻഡ്, മലേഷ്യ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു വിഭവങ്ങളാണ് കൂടുതലും വരിക അവിടെ. നാസി ലമക്കാണ് അവിടെയൊക്കെ ഫേമസ് എന്ന് പറയുന്നത്. കോക്കനട്ട് മിൽക്ക് ഒക്കെ ചേർത്തിട്ടുള്ള റൈസാണ് അവർ എഴുതിയിട്ട് കോക്കനട്ട് മിൽക്ക് റൈസ് എന്നുള്ളത് അവിടുത്തെ ഒരു ഫേമസ് ആണ്. മോമോസ് അവൈലബിൾ ആണ്. അവരുടെ സ്റ്റൈൽ ഓഫ് ഒരു ഫുഡ് കൾച്ചറിന് പറ്റിയ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങി, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജസ്റ്റ് ഏതായാലും നമ്മൾ ടൗണിലായതുകൊണ്ട് പവലിയൻ മാളിലും കൂടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോകാമെന്ന് കരുതി അവിടെയും കൊണ്ടൊന്ന് വന്നു. പവലിയൻ മാൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പവലിയൻ മാൾ എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ മലേഷ്യയിലെ ടൂറിസ്റ്റ് ഒരു ഹൈഫൈ ഏരിയ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ചെല്ലുന്ന ഒരു സ്ഥലം. ഇപ്പം ആര് പോയിരുന്ന ഫോട്ടോയിലും പവലിയൻ മാളിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് മെയിനായിട്ട് എല്ലാവരും എടുത്തിടുക. അവിടെ അത്രയും വൈബുള്ള ഒരു ഏരിയ ആണ്, ഒരു പോഷ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ പവലിയൻ മാളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള മറ്റേ മക്ഡൊണാൾഡ്സ് ഫ്രൈസ് ക്രോസ് വാക്ക് അവിടെയാണുള്ളത് ഈ സ്ട്രീറ്റില്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈവനിങ് ടൂറിസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ വരുന്നത് ഇവിടെയാണ്, പവലിയൻ ആ മാളിലും. പുറത്ത് ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാനുമായിട്ടാണ്. അങ്ങനെ ഒത്തിരി ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, 3D ഡിസ്പ്ലേസ്, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട് അവിടെ. നല്ലൊരു വൈബുള്ള ഏരിയ ആണ്. മക്ഡൊണാൾഡ്സിന്റെ മലേഷ്യയിൽ 40ാമത്തെ വർഷം പ്രമാണിച്ചുണ്ടാക്കിയ ഈ ഒരു ഡെവലപ്പ് ചെയ്ത സ്ട്രീറ്റാണ് അവിടുത്തെ ഏറ്റവും ഹാപ്പനിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ലോട്ടൻ മാളുണ്ട്, ഈ പറയുന്ന ബിഗസ്റ്റ് ക്രോസ് വാക്ക് ഉണ്ട്. മൊത്തത്തിൽ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഈവനിങ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം മലേഷ്യയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.